ലെറ്റ്സ് ഗോ. ഞാൻ നാട്ടില് +2 കഴിഞ്ഞപ്പോ തന്നെ ഓടിപ്പോയി ലൈസൻസ് എടുത്ത് കാറും സ്കൂട്ടറും ഒക്കെ ഓടിച്ചോണ്ടിരുന്നതാ. അങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ കാനഡയിലോട്ട് കയറി പോകുന്നത്. ഇവിടെ വന്നൊരു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ ഒരു ആഗ്രഹം. ഒരു 3 കൊല്ലം മുന്നേ നാട്ടില് കാറും സ്കൂട്ടറും ഒക്കെ ഓടിക്കണതിന്റെ ഒരു അഹങ്കാരത്തിലും ഓവർ കോൺഫിഡൻസിലും ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിനും പോവാതെ ആദ്യത്തെ ടെസ്റ്റിന് പോയി 8 നില പൊട്ടി. നമ്മൾ അങ്ങനെയൊന്നും തകരൂലല്ലോ. രണ്ടാമതും പോയി. ഓടിക്കണ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻവിജിലേറ്റർ എന്നെ തോപ്പിച്ചു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്പീഡ് ഇച്ചിരി കൂടുതലായി. രണ്ടാമതും പൊട്ടി കഴിഞ്ഞപ്പോ വിഷമം കാരണം വീട്ടിൽ വിളിച്ച അമ്മേ ഞാൻ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണില്ല എന്ന് പറഞ്ഞു. എന്റെ മാതാശ്രീ ഒരു 1.5 മോട്ടിവേഷൻ തന്നു. ഒന്നിപ്പോയാ 3 ഇന്ന് എന്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയി അടുത്ത ടെസ്റ്റ് ബുക്ക് ചെയ്യും. ടെസ്റ്റ് ബുക്ക് ചെയ്യൽ മാത്രമല്ല ഇത്തവണ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. നേരം വണ്ടിയിട്ട് ഓടിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത്തവണ ഞാൻ കയറി പോന്നു കാണും. ഇല്ല ഗൈസ്, 3 തവണ ഞാൻ പൊട്ടി. എന്നിട്ടും ഞാൻ തളർന്നില്ല. പിന്നീട് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ 4ാം തവണ പോയി എഴുതിയപ്പോഴാണ് എനിക്ക് എന്റെ ലൈസൻസ് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടണ കാര്യം എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ കിട്ടാതെ. പിന്നെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയണതിന് ഒരു അർത്ഥം ഉണ്ടെന്ന് അന്നാണ് തോന്നിയത്. അപ്പൊ അതാണ് എന്റെ കാനഡയിലെ ലൈസൻസ് എടുക്കാൻ പോയ കഥ. അപ്പൊ അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.